പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ക്യാഷി. ഈ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകേണ്ട, അതുപോലെ തന്നെ നമുക്ക് ഉടനടി വായ്പ ലഭിക്കും തുടങ്ങിയവയാണ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകളുടെ പ്രത്യേകത. ഇങ്ങനെ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ എന്ന് കേട്ടാൽ തന്നെ പലരും പോയി വായ്പ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണോ, അതിൻ്റെ വായ്പാ തുക, പലിശ നിരക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഹിഡൻ ചാർജുകൾ, പ്രോസസിംഗ് ഫീസ്, GST തുടങ്ങിയ ഒഴിച്ചുള്ള മറ്റ് ഹിഡൻ ചാർജുകൾ ഉണ്ടോ, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇവർ എന്തെല്ലാം നടപടികൾ നമുക്കെതിരെ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വായ്പ എടുക്കാവുള്ളൂ. ഇന്ന് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനായ ക്യാഷി എന്ന ലോൺ ആപ്ലിക്കേഷന്റെ മുഴുവൻ റിവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എൻ്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. 2016 പ്ലേ സ്റ്റോറിൽ റിലീസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ഈ ക്യാഷി എന്നത്. നിലവിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷന് 4.5 റേറ്റിംഗും 1 കോടിയിലധികം ഡൗൺലോഡ്സും ഉണ്ട്. ഈ ആപ്ലിക്കേഷന് ഏതൊരു ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ നമ്മൾ പ്രധാനമായും നോക്കേണ്ട കാര്യം, ആ ആപ്ലിക്കേഷനിൽ കൂടെ ആരാണ് അല്ലെങ്കിൽ ഏത് ധനകാര്യ സ്ഥാപനങ്ങളാണ് നമുക്ക് വായ്പ ലഭ്യമാക്കേണ്ടതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ അഥവാ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് വായ്പ ലഭ്യമാക്കേണ്ടത്. ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനുകളൊക്കെ ഒരു ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം അഥവാ ഒരു മീഡിയേറ്റർ, നമ്മളും ഇങ്ങനെയുള്ള NBFCകളും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ നൽകുന്നത് സ്ക്രീനിൽ കാണുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളാണ്. ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത് ഈ കമ്പനികളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രജിസ്റ്റർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളാണ്, അതായത് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നത് 100% ലീഗലാണ്, നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പറയുന്നത് 25,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ പൂർണ്ണമായിട്ട് ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് അർഹതപ്പെട്ടവർക്ക് ഇവർ വായ്പ ലഭ്യമാക്കുമെന്നാണ്. തിരിച്ചടവ് കാലാവധി 3 മുതൽ 18 മാസം വരെ ലഭിക്കും. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 30% മുകളിലോട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 21-നും 55-നും ഇടയിൽ പ്രായമുള്ള സാലഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. നിങ്ങളുടെ സാലറി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ക്രെഡിറ്റ് ആയിരിക്കണം. കുറഞ്ഞത് 25,000 രൂപയെങ്കിലും നിങ്ങൾക്ക് മാസ ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. 750-ന് മുകളിൽ സിബിൽ സ്കോറും വേണം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നമ്മൾ കൊടുക്കുന്ന ഈ ഡേറ്റാസ്, നമ്മളുടെ ഈ ഡേറ്റാസ് ഒക്കെ ഇവർ സേഫ് ആയിട്ടാണോ വെക്കുന്നത് എന്നുള്ളത്. അതിനുള്ള മറുപടി അവർ പറയുന്നത്, ഇവർ 128 ബിറ്റ് SSL എൻക്രിപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ നൽകുന്ന ഡേറ്റാസ് ഒക്കെ ഇവർ സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ എൻക്രിപ്ഷൻ മെത്തേഡാണ് ഡേറ്റ സൂക്ഷിക്കുന്നത്. മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും ഈ എൻക്രിപ്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്നത് ഇത് സേഫ് ആണെന്നാണ്. എന്നാൽ നമ്മൾ നൽകുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ മറ്റ് പ്രൊമോഷനുകൾക്ക് ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത്തെ കാലത്ത് മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ ഡേറ്റാസ് കളക്ട് ചെയ്ത് മറ്റ് പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ആദ്യമേ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തവർക്ക് നല്ല റെസ്പോൺസ് ആണ് ഈ ആപ്ലിക്കേഷൻ നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ ഇതിന് വലിയ കസ്റ്റമർ സപ്പോർട്ട് ഇല്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ കസ്റ്റമർ സർവീസിൽ നിന്ന് വലിയ രീതിയിലുള്ള റെസ്പോണ്ട് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള സിബിൽ സ്കോറും അതുപോലെ പ്രതിമാസ വരുമാനം ഒക്കെ ഉണ്ടെങ്കിലും പല സമയത്തും നമുക്ക് വായ്പ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നില്ല. എല്ലാം അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്റ്റ് ആകുന്ന, അല്ലെങ്കിൽ അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആകുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. കൂടാതെ പലിശ കൂടുതലാണ്. പിന്നെ നമുക്കറിയാം ഇൻസ്റ്റന്റ് ലോണുകൾക്കെല്ലാം പലിശ കൂടുതലാണ്. ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനേകം പേര് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനുമാണ്. നല്ല റിവ്യൂ ഉണ്ട്, റേറ്റിംഗും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വായ്പ എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മളുടെ ഒരു സെൽഫി, പിന്നെ നമ്മളുടെ 3 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ വരുമാനം തെളിയിക്കാനാണ് ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകുന്നത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, ആധാർ കാർഡ് ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം കൊടുക്കണം. ഈ ആധാർ കാർഡ് ലിങ്ക്ഡ് മൊബൈൽ നമ്പർ കൊടുക്കുന്നത് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അത് ആധാർ കാർഡ് ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTPയോട് എൻ്റർ ചെയ്യുമ്പോഴാണ് അത് എഗ്രിമെന്റ് സൈൻ ആകുന്നത്. പിന്നെ പലർക്കും ഉള്ളൊരു ചോദ്യമാണ്, നമ്മൾ വായ്പ എടുത്തിട്ട് ഒരു EMI ഒക്കെ തിരിച്ചടയ്ക്കാതെ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. അപ്പം നമ്മൾ
മനസ്സിലാക്കണം, നമ്മൾ വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ വലിയ രീതിയിൽ കുറയും. പിന്നെ നമുക്ക് മറ്റ് ബാങ്കുകളൊന്നും വായ്പ നൽകത്തില്ല. ഇവർ നമ്മളെ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കും, നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ട് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ നമുക്കറിയാൻ സാധിച്ചത് ഇവരുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സ് നമ്മുടെ വീടുകളിൽ സന്ദർശിച്ച് എടുത്ത വായ്പ തിരിച്ചടയ്ക്കണമെന്ന് പറയും. അതുകൊണ്ട് എടുക്കുന്ന വായ്പകൾ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അവസാനം ഇവർക്ക് നമുക്കതൊരു നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. കാരണം ഒരു RBI ലൈസൻസ്ഡ് NBFC ആണ് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയമപരമായിട്ട് വാലിഡ് ആണ്. അതുകൊണ്ട് എടുക്കുന്ന വായ്പകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാമെങ്കിൽ മാത്രം വായ്പ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.